ഹായ് ഗായ്സ്, നമ്മളങ്ങനെ മൂന്നാമത്തെ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഡെഡായിട്ടുണ്ട്. എനിക്ക് ഇൻട്രോ പറയാൻ സമയം കിട്ടിയില്ല, ഞാൻ മറന്നുപോയി സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കാൻ. ഓക്കെ, ഫസ്റ്റ് തന്നെ കളി തുടങ്ങി ഗായ്സ്. ആ താഴെ പോകുന്നവരെ കൊന്നാൽ നമുക്ക് അത്ര. ഓക്കെ, നമ്മളിന്നൊരു 5-6 കളി കളിക്കും ഗായ്സ്. കറക്റ്റ് ടൈമിങ് ആയിരുന്നു. ടൈമിങ് ഈസ് എ ഇമ്പോർട്ടൻ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോയിൽ അത്യാവശ്യം നല്ലപോലെ സപ്പോർട്ട് ചെയ്ത്, സെക്കൻഡത്തെ വീഡിയോയിൽ ഇച്ചിരി സപ്പോർട്ട് കുറവായിരുന്നു. നിങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എല്ലാം നോക്കാം. നമ്മുടെ ബോംബ് നമ്മുടെ കൂടെ കയറി വരുന്നില്ല. ഓക്കെ, ഇമ്മണി ലൈഫും കൂടി ഉള്ളായിരുന്നു ഗൈസ്. മാസ്റ്റർ ഗോസ്റ്റാണ് നമ്മളെ ഫസ്റ്റ് കൊന്നത്. അവൻ്റെ ലെവലൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് വച്ച് കയറി വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആണെന്നാണ് തോന്നുന്നത്. ഞാനാണ് ഇവനെ എത്ര ലൈഫാക്കിയത്. എൻ്റെ മറ്റേ ഒന്ന് അടിച്ചുകൊണ്ട് നോക്കി. നാളെയൊക്കെ ചിലപ്പോൾ വീഡിയോ വരാൻ ചാൻസ് കുറവാണ്, കാരണം ഞാൻ കൺവെൻഷനുണ്ട്. ഓക്കെ, അത്യാവശ്യം എല്ലാം അടിക്കുന്നുണ്ട്. ഓക്കെ, ബോംബൊന്നും ഇട്ടിട്ടില്ലല്ലോ. നമ്മൾ ഡെഡായി ഗൈസ്, ഡെഡായില്ലോ. ഡബിൾ ഗണ്ണ് നോബ്. നമ്മൾ സിംഗിൾ ഗണ്ണാണ് നോബായിട്ട് കൊടുക്കുന്നത്. നമ്മളെ വെറുതെ ചൊറിയാൻ വന്ന എൻ്റെ സ്വഭാവം ഇതൊന്നുമല്ല. അത് പഠിപ്പിച്ചു കൊടുത്തില്ലായിരുന്നു ഞാൻ. അതാണ് ഇവന്മാരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. എടാ, മേളിൽ നിന്ന് ബോംബിട്ട്. മലയാളം. ലൈഫ് കുറവായിരുന്നപ്പോഴാണ് കേസ് വന്നത്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കേസ്. സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ നമുക്ക് വീഡിയോയുടെ ഒരു ഇത് വരത്തില്ല. എന്താണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു പ്രോത്സാഹനം വരത്തില്ല. എന്നിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അവൻ ഫസ്റ്റ് ലെസ്റ്റനാണല്ലേ, ഈ കളിക്കകത്ത് ഫസ്റ്റ് അടിക്കും. അപ്പോൾ അവന് മനസ്സിലായി. ഗെയിം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാണ്ടും എന്നെ ഫസ്റ്റ് കൊല്ലും കേസ്. രണ്ടാമത് വരുമ്പോൾ അവന്മാർക്ക് എന്നെ കൊല്ലാൻ പറ്റത്തില്ല. സെക്കൻഡ് ലിസ്റ്റ് 20 seconds. ഓക്കെ, നല്ല ടൈം. എനിക്കങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ കളികളൊന്നും. നഗീറ സഹൂറ ഇതനെ ആപ്പ് രേഖ. ഞാനെന്തൊക്കെ പറയുന്നുണ്ട് കേസ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും അവളെ പൊട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ കേസ്. അവൾ 6 എങ്ങാണ്ട് കയറിയിട്ടുണ്ട്. അവൾ വരുന്നതിന് മുന്നേ നമുക്ക് അവനെ. എടാ, ഞാൻ പോവാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവളെന്താ ചാവാത്തേ? പണ്ടാരത്തിന് കയ്യും കാലം വെച്ചത്. ഈ ദേഷ്യം കയറി വരുന്നുണ്ട് കേട്ടോ.
ഞാൻ എന്തുകൊണ്ട് എൻ്റെ കൈ പകുതിയാകുമ്പോൾ സ്റ്റോപ്പായി അനങ്ങുന്നില്ല. എട്ട് വെള്ളം എക്ക് ഒടിപ്പിക്കാതെടാ. മറ്റേവളെ കാണുന്നില്ലല്ലോ. അല്ല, എന്നെ എപ്പോഴും കൊണ്ടോണ്ടിരുന്നത്. അവൾ ലീവായോ? ലീവായി ചുമ്മാതല്ല. എടാ ചതിച്ചടാ. സാരമില്ല, നമ്മളെ അവസ്ഥ. എന്നാലും ആ നിഗമ നല്ല കളിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ആളെന്നെ മാറ്റി. നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ചോദിക്കുമല്ലോ കളിയിൽ എന്തിനാണ് ആളിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ രസമാണ് ഗൈസ്. ഇത് ബാറ്റിൽ പാസിൽ നിന്ന് കിട്ടുന്നതാണ് ഗൈസ്. എന്നാലും അവളുടെ കില്ലൊക്കെ നോക്കട്ടെ. കില്ല് 14, 6000 അടുത്ത്. എനിക്ക് 9000 ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 10000 ആയി കാണും, അറിയത്തില്ല. ഓക്കെ, നമ്മളടുത്ത് ഡോൺ നമ്പർ 1 സെക്കൻഡ് ലെവലിനകത്ത് നമുക്ക് സെക്കൻഡാണ്. നമുക്ക് കളിക്കുമ്പോൾ സ്കില്ലിനകത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. സ്കില്ല് ഞാൻ ഇവന്മാരുടെ കൂടെ കളിച്ചിട്ടില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കില്ല് ചെയ്യാം. ഡോൺ നമ്പർ 1 തമ്പേ ഞാൻ കിടക്കാൻ പോവാണ് ഗൈസ്. ഇരുന്നോണ്ടാണ് കളിക്കുന്നത്. ഡോൺ 2 അടിച്ചു. ഒന്ന് കിടക്കട്ടെ. ഓക്കെ ഗൈസ്, കിടന്നിട്ടുണ്ട്. എടാ കിടന്നതേ ഉള്ളൂ. നിൽക്കുക ഗൈസ്, ഇനിയാണ് എൻ്റെ കളി തുടങ്ങാൻ പോകുന്നത്. ഇരുന്ന് എനിക്ക് അത്ര പവർ കിട്ടത്തില്ല ഗൈസ്. ഡോൺ നമ്പർ 1, നിഗമ നമ്പർ 1. അവൻ എൻ്റെ ബോംബിൽ തന്നെ വന്ന് കയറി. താങ്ക് യു ഡോണേ. ഡോൺ നമ്പർ 1 ഡോൺ നമ്പർ 1 വലിയ കളിയൊന്നുമില്ല ഗൈസ്. വളരെ നൂബാച്ചി കളിയാണ്. ഇവിടെ ആരോമാർക്ക് കാണിച്ചായിരുന്നു. ഡോൺ നമ്പർ 1. എടാ ഇതെന്തുവാ? ഇതാണ് ഞാൻ കളിക്കാത്തത് മോനെ. ഞാൻ 1 കില്ലെങ്കിലും എടുത്തോട്ടെ. 100 അടിച്ച് ഞാൻ നിർത്തി വെച്ചിട്ട് പോകും കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതെന്തുവാ?
ഹാക്കറാണ് കേസ്. അവൻ ഹാക്കറാണ്. അതുകൊണ്ട് അടിച്ചിട്ട് ഒരു ലൈഫ് പോലും കുറഞ്ഞില്ല. അവൻ ഹാക്കറാണ്. അവൻ ഹാക്കറാണ്. അതാണ് ഞാൻ തോറ്റത്. കൊണ്ടുപോകാൻ ഹാക്കറാ. പുതിയ ബാറ്റിൽ പാസ് അത് നോക്കാം. 400 രൂപയുള്ളൂ. ഞാൻ 9 ആയതേ ഉള്ളൂ. ഇത്രയും നേരം ഞാൻ ചേട്ടയുടെ അക്കൗണ്ടിലാണ് കളിച്ചത്. ചേട്ടൻ്റെ അക്കൗണ്ടിലാണ് കളിച്ചത്. അതാണ് 9 ആയതേ ഉള്ളൂ. എനിക്ക് വയ്യ. ഞാൻ അവതാറിനെ മാറ്റിയാലോ? വേണ്ട, ഒരു രസമില്ല ഗൈസ്. ഞാൻ തിരിച്ച് ഫോൺ നമ്മൾ ബോറടി. അവൻ ഹാക്കറാണ് ഗൈസ്, സത്യം പറയട്ടെ, ഹാക്കറാണ്. ഞാനങ്ങനെ ഡെഡ് ആവത്തൊന്നുമില്ലായിരുന്നു. 2 മേജറുണ്ട്, ബട്ട് no problem. We can kill all, buddy. Okay. അതിനിപ്പോൾ എന്തുവാ? പ്രോ പ്ലെയർ മോഡ് ആക്ടിവേറ്റ്. എനിക്ക് ലൈഫിലായിരുന്നു അല്ലെങ്കിലും. എൻ്റെ കൈയിടയ്ക്ക് നോൺ സ്റ്റോപ്പായിട്ട് സ്റ്റോപ്പായി. താങ്ക് യൂടാ. എന്തായാലും കണ്ടിട്ടോ. പോയ അടിയിടാ മക്കളെ. ഞാനെന്താ വരുന്നു. ചെറുക്കനെ തൊടുന്നോടാ അലക്സാണ്ടറെ. പതുക്കെ പോയി തൊട്ട്. ഓക്കെ, ദേശം ഞാൻ ഈ പണ്ടാരത്തിനൊക്കെ ഉണ്ടല്ലോ. ഞാൻ നിർത്തി വെച്ചിട്ട് പോവാൻ പോവുകയാണ്. എടാ, എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ നീയൊക്കെ ഇറങ്ങിയേക്കാണോ? ഇവനെ പ്ലെയറിനെ നോക്കിക്കോ. ഞാൻ അവനെന്തായാലും ഈ കളി വരും. അവൻ സൂയിസൈഡ് ചെയ്ത്. എൻ്റെ കൂട്ടുകാരനാണെങ്കിലും എന്തോ എന്താണെങ്കിലും ഞാൻ കൊല്ലും. എന്താ പ്രോ പ്ലെയർ എവിടെ? ഇവിടെ ചെല്ലട അടിയടാ, അടി. മൂശാനേട്ടത്തി വന്നില്ലേ? എനിക്ക് അവളെ കൊല്ലണം. ഇത് നമ്മുടെ ടീമിനകത്തുള്ളവരെ കൊന്നു ഇത് വരൂ, കില്ല് വരൂ. അതാണ് എനിക്കറിയാത്തത്. കേസ് ഞാൻ കളിച്ചിട്ട് കുറേ നാളായി. അതാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. 16,000 കില്ല്, വലിയ കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമുണ്ട്. AK റോയ് എനിക്ക് വയ്യ. മുതിയൂർ രാമനോ ആരാത്? എൻ്റെ ചെറുക്കനെ കൊല്ലുന്നു. എൻ്റെ ചെറുക്കനെ കൊല്ലാവുന്ന അവന്മാർ വളർന്നിട്ടില്ല.
എന്നെ കൊല്ലാൻ വേണ്ടി അവന്മാർ ബോംബിട്ട് ആളിനെ പറഞ്ഞു വിട്ടേക്കുന്നു. ഇത് കൊച്ചു പിള്ളേരല്ലേ, ഞാൻ WC എടുക്കണം. NVI കിൽഡ് JD വേണ്ടേ മുത്തുപ്പണിയേ. ഭാഗ്യം ഞാൻ ലൈഫ് എടുക്കഞ്ഞത് നന്നായി. എടാ ചെരടാ, ക്രൈമേ ഓടിച്ചെല്ല, അവൻ ചത്ത്. പ്രോബ്ലം. ഏത് ഗണ്ണെടുക്ക്, മാറങ്ങോട്ട്. ഇവരെന്താടാ എന്നെ അടിക്കണോ നിനക്ക്? Kiss me, close your eyes, and kiss me. എന്താടാ നിനക്ക് എന്നെ അടിക്കണോടാ? അവൻ ചത്തില്ല. അവൻ ഒരു ലൈവും കൂടി ഉള്ളു, ഒരു തുള്ളി ലൈവും കൂടി ഉള്ളു. AK റോയിന് തീർക്കാടാ മക്കളെ. എടാ AK റോയ് എവിടെ? അതുകൊണ്ട് അവൻ കീഴിലോട്ട് കയറി വരുന്നില്ലയോ? അല്ല പിന്നെ നവി. എന്താടാ? ഞാൻ പിന്നെ വേണ്ടാന്ന് നോക്കുന്ന കേട്ടോ. റോയ് അണ്ണോ, അണ്ണൻ റോയ് സുഭാഷ്, അണ്ണൻ റോയ്. അയ്യോ എന്നെ തീർത്തു. ഇതെന്തോടെ ഒരു ബലൂൺ നേറി നിൽക്കുന്നത്? ഞാൻ സൂയിസൈഡ് ചെയ്യുമ്പോൾ 5-6 ബോംബ് താഴെ ഇടും, കാരണം ആരെല്ലാം വന്ന് എൻ്റെ കീഴിൽ കയറിയാൽ പൊട്ടിത്തെറി. എനിക്ക് മറ്റേവനെയാണ് ആവശ്യം. ഇല്ല AK റോയോ അല്ലല്ലോ, നമ്മുടെ ടീമിൽ ക്രൈമിനെയാണ് എടുക്കുക. പാണ്ടിത്തലവൻ. AK റോയ് അത്യാവശ്യം നല്ലപോലെ കളിച്ചായിരുന്നു കേട്ടോ. AK മസല മറ്റേ ലീവായോ? അനക്കൊന്നുമില്ല, അവൻ ലീവായി. എൻ്റെ ലെവൽ കണ്ടിട്ടായിരിക്കും അവൻ ലീവായത്. ഞാനാണ് ബ്രേവ് ചെയ്തത്. അവരെന്നെ തീർത്തെന്നൊക്കെ വേണം. അവനെ തീർന്നു ഏകദേശം. ഞാൻ പോണു മക്കളെ, ഞാൻ പോണേ. നിൽക്കല്ലേ
വിളിച്ച നീ അല്ലേടാ എന്നെ ബോംബിട്ട് കൊല്ലാൻ നോക്കിയ. ഓ അവനെ ഒരടി അടിച്ചാൽ മതി എടാ. റോയ് ഞാൻ എനിക്കിത് ഇവിടെ പണ്ടേ ബോംബിട്ട് ശീലമുള്ളതാണ്. അവന്മാർ 7 അടിച്ച്, നമ്മളതിൻ്റെ ഡബിൾ അടിച്ച് 14. ആ ചെറുക്കനെ ഭയങ്കര കുഴപ്പമാണ്. ഈ ബ്രദറിന് എന്നെ ബോംബിട്ട് കൊല്ലാൻ വരാണ് ശ്രമിച്ചത്. അത് കുറച്ച് നേരത്തിന് മുന്നേ അവിടെ ചത്തുകടാ. അല്ല എന്നെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ അടിക്കാൻ വന്നാൽ അവരിട്ട് തോണ്ടുമെന്ന് നിനക്കറിയില്ലേ. 1 കില്ല് അങ്ങോട്ടോ 1 കില്ല് ഇങ്ങോട്ടോ അടിച്ചിട്ടില്ല. ഈ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്. ആരും ഓൺലൈനില്ലേ. ഇപ്പോൾ ഓൺലൈനിലുണ്ടെന്ന് കാണിച്ചോ. അല്ലെങ്കിൽ എന്ത് കുഴപ്പമില്ല. ഇവനാണ് ഓൺലൈനിലുണ്ടെന്ന് കാണിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഓഫ്ലൈൻ കാണിക്കുന്നു. എൻ്റെ ദൈവമേ, ഇവർക്ക് എന്തോ പറ്റി പറ്റും. ഈ അടുത്ത് ക്രിയേറ്റ് ഉണ്ട്. എൻ്റെ ലെവല് ഞാൻ എപ്പോഴാണല്ലോ കാണുന്നത്. ഫുള്ളി ക്രിയേറ്റ് നല്ല ഇല്ല. സ്യൂട്ടിൻ്റെ പാൻറ് കിട്ടണേ. ദൈവമേ, സ്യൂട്ടിൻ്റെ പാൻറ് വലിയൊരു കണ്ണും കൂടിയായിരിക്കും. ഈ 14 പൈസ വേണം നല്ല രീതിയിൽ. എനിക്കത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഷോർട്ട് ഗൺ എപ്പോഴും കാണിക്കും, ഉപയോഗമില്ലാത്തൊരു. ഞാൻ 33 പൈസയും കൂടെ വന്നു. ഞാൻ വെറുതെ പൈസ ചിലവാക്കുവാണ് ഗൈസ്. ഒരു ഉപയോഗമില്ല. നമുക്കൊരു ഔട്ട്ഫിറ്റ് ഇട്ടാലോ? ഔട്ട്ഫിറ്റൊന്നും ഇല്ല നല്ലത്. ഇല വാരി പൊത്തി വയ്ക്കുന്നുണ്ട്, ചെറുതുണ്ട്. ഇവനേതാണ്? ഇവനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? പറ്റും. ഇതേ ഉടുപ്പ് എൻ്റെ കയ്യിലുണ്ട്, പാൻറ്റും ഉണ്ട്, ബൂട്ടും ഉണ്ട്. പിന്നെ ഇവനെ കറുപ്പിച്ചിട്ട് ഇച്ചിരി ഇവൻ്റെ പല്ലൊക്കെ അങ്ങനെ ആക്കി എടുത്താൽ മതി. പക്ഷെ ഇവനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇവനെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ മുടി ഏതാണെന്ന് അറിയത്തില്ല. ഇവളെയും ഉണ്ടാക്കാൻ പറ്റും. മമ്മി എവിടെ പോയതാ? ഇതെന്തോത്തിനാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഫൈനലായിട്ട് എനിക്കിത് ഇഷ്ടമല്ല. നമുക്ക് ഫൈനലായിട്ട് അണ്ടർഗ്രൗണ്ടിലാണ്. ഞാൻ പണ്ട് WC ഇല്ലായിരുന്നപ്പോൾ ഞാൻ അണ്ടർഗ്രൗണ്ടിലാണ്. ഞാൻ കോമണാലായപ്പോഴാണ് എനിക്ക് WC കിട്ടിയത്. മനസ്സിലായി. ഇതിനകത്ത് നമ്മൾ തന്നെ ജയിക്കും. പക്ഷേ ഇവന്മാർക്ക് അത്യാവശ്യം നമ്മളെ അടിച്ചിടാനുള്ള ഗണ്ണുണ്ട്. എൻ്റെ കുറേ കണ്ട് ഫുൾ അപ്ഗ്രേഡാണ്. അതൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ജയിച്ചാലോ. ഉണ്ട് മേളിൽ ഒരുത്തനുണ്ട്. നിൽക്കടാ അവിടെ. ഞാൻ പോണ്. സുഭാഷനെ വിളിച്ചു. ഞാനാ കൊന്നേ. എനിക്ക് വേണമെങ്കിൽ ഇല്ല തരാം. ഓക്കെ. ഫ്രാങ്കർ ഹെർക്ക്. ഇതൊക്കെ എനിക്ക് ഫുള്ളി അപ്ഗ്രേഡാണ്. ഇതൊക്കെ വെച്ചൊന്ന് തൊട്ടാൽ മതി, ഇവന്മാരെ ചാവും. ഡെഡെന്ന് പറഞ്ഞാൽ 1.5 ഡെഡാ മോനെ. അത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരുത്തനെ ഞാനിങ്ങ് എടുത്ത്. നീ കണ്ണെൻ്റെ ഫുള്ളി അപ്ഗ്രേഡാ. ശ്രമിച്ചു. നല്ല ഡാമേജ് കൊടുത്തു കേട്ടോ. പക്ഷെ അവൻ വന്നടിച്ചപ്പോൾ ഞാൻ വിട്ടിട്ടായി. ഫൈറ്റിംഗ് ബുള്ളിനെ ഞാൻ ഇതിലോട്ട് കാണിച്ചു. അയ്യോ, കണ്ണ് മാറിപ്പോയി. ഇതിനാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വന്നത് വേറെ രീതിയിലാണ്. എടാ ആർക്കെ
ഓ മെഷീൻ ഗൺ എടുത്തടാ. ഇനി സീനാണ്. ഡെഡായെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. ഓക്കെ, ഇത് ഫുള്ളല്ല. ആർക്കേനെ ഞാൻ കൊന്നു. അവൻ എന്നെ കൊന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ അവനെ കൊന്നു, അവനെന്നെ കൊന്നു. അതല്ലേ ഉള്ളു. ഫ്ലെയിം ത്രോവറൊക്കെ ഞാൻ അത്യാവശ്യം നല്ലപോലെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് പെട്ടെന്ന് ഇതാവും, ലോഡാവും. ഞാൻ പോയി ലൈഫ് എടുക്കടാ. ഒന്ന് ഓടിപ്പോടാവേ. ഒരുത്തൻ കയറി വരുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് പോയിട്ട് അടിച്ചിടാം. ഈ ഫ്ലെയിം ത്രോവർ ദൂരോട്ടൊന്നും പോകത്തില്ല. അയ്യോ, അവൻ എൻ്റെ അടുത്തെത്തി, എന്നെ കൊന്നു. ഡൈ തമ്പി, എടാ അതെന്ത് സാധനം? എനിക്ക് ഫസ്റ്റ് കയറണം. എടാ ഓടാതെടാ, ഈ ഫസ്റ്റ് കയറണം. ഇവിടെ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. അതെന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. കണ്ട ഹാക്കാണെങ്കിൽ അതോ ഗണ്ണിൻ്റെ കുഴപ്പമാണോ? എനിക്കറിയത്തില്ല. കൂടെ കുഞ്ഞു കളിക്കില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കണ്ടു മാറ്റാനൊക്കെ നോക്കി. ഇത് ഫൈനൽ എപ്പിസോഡ്. അവിടെ ഹാക്കാടോ അവൻ. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. പീസ് ഔട്ട്.